നേറ്റോ മേധാവി മാർക്ക് റുട്ടെയുമായി ചേർന്ന് ഗ്രീൻലൻഡിനായുള്ള ഭാവി കരാറിന്റെ ഫ്രെയിംവർക്കിൽ എത്തിയതായി പ്രസിഡന്റ് ട്രംപ് ദാവോസിൽ പ്രഖ്യാപിച്ചു. ട്രംപ് തന്റെ മിലിട്ടറി ഫോഴ്സ് ടാരിഫ് ഭീഷണികളും പിൻവലിച്ചു. ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലിനെപ്പറ്റി മാർക്ക് കാർണി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, കാനഡ തങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ്. കാനഡയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് യുഎസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ അതിൽ നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ അവർ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം നന്ദിയുള്ള ആളല്ല. കാനഡ ജീവിക്കുന്നത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കൊണ്ടാണ്. അതുകൊണ്ട് മാർക്ക്, താങ്കൾ ഇനിയും സംസാരിക്കുമ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഇതോർക്കണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഞങ്ങളുടെ പ്രൊപ്പോസ്ഡ് സിസ്റ്റമായ ഗോൾഡൻ ഡോം മിസൈൽ ഡിഫൻസ് സിസ്റ്റം കാരണം കാനഡയ്ക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രൊട്ടക്ഷൻ അവർ വിലമതിക്കുന്നില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അവർ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ട്രേഡ് പാർട്ണർഷിപ്സിനായി ശ്രമിക്കുന്നു. എന്നാൽ അവർ യുഎസിനെ ആശ്രയിക്കുന്നില്ല എന്നും പ്രസിഡന്റ് ട്രംപ് കാനഡയെപ്പറ്റി പറഞ്ഞു. മരുന്നുകളുടെ വിലയുടെ കാര്യത്തിൽ ഇമ്മാനുവൽ മാക്രോണും ഫ്രാൻസും 30 വർഷമായി അമേരിക്കയെ മുതലെടുക്കുകയായിരുന്നു എന്ന് പ്രസിഡന്റ് ട്രംപ്. യുഎസ് സൈന്യം സിറിയയിൽ നിന്ന് ഏകദേശം 150 ഇസ്ലാമിക് സ്റ്റേറ്റ് തടവുകാരെ ഇറാഖിലേക്ക് മാറ്റാൻ ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം 7000 പേരെ വരെ മാറ്റാനുള്ള പദ്ധതികളുമുണ്ട്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ അടുത്ത് എത്തിയിരിക്കുന്നതായി അവകാശപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് സ്വിറ്റ്സർലൻഡിൽ വെച്ച് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി താൻ കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അടുത്തിടെ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളിൽ മരിച്ചവരുടെ ആദ്യ ഔദ്യോഗിക എണ്ണം പുറത്തുവിട്ടു. 3117 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. 2024 അവസാനത്തിൽ സൈനിക നിയമം ഏർപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുൻ സൗത്ത് കൊറിയ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ 23 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നിയമവിരുദ്ധമായ വിവരങ്ങൾ ശേഖരിച്ചുവെന്ന ആരോപണത്തിൽ ഡെയിലി മെയിലിന്റെ പ്രസാധകർക്കെതിരെ സാക്ഷ്യം നൽകിക്കൊണ്ട് ലണ്ടൻ കോടതിയിൽ പ്രിൻസ് ഹാരി. മാരിടൈം, സൈബർ സെക്യൂരിറ്റി എന്നിവ കേന്ദ്രീകരിച്ച് അടുത്തയാഴ്ച ഒരു പ്രധാന സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തത്തിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. സാബു എം ജേക്കബും 2020 പാർട്ടിയും എൻഡിഎയിൽ. മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചെന്ന് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡുമായി കേരളത്തിലെ നേതാക്കൾ നടത്തുന്ന ചർച്ചയിൽ നിന്ന് ശശി തരൂർ വിട്ടുനിൽക്കും.